നമസ്കാരം. ഇന്ത്യ ഏറ്റവും സൗഹൃദ രാജ്യമാണെന്ന് പറയുമ്പോഴും മോദിയെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ തകൃതയായി നടക്കുമ്പോഴും ഇന്ത്യക്ക് പണിതരാനുള്ള എല്ലാ മാർഗങ്ങളും മറ്റൊരു വഴിയിൽ നടത്താനുള്ള ഗൂഢതന്ത്രങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട്. ഇന്ത്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയും മോദിക്ക് ജന്മദിനാശംസകൾ അർപ്പിക്കുകയും മോദിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും മോദിയെ ഒളിഞ്ഞിരുന്ന് കുരുക്കെറിഞ്ഞു വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റോയോട് ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തോതിൽ നികുതി ഏർപ്പെടുത്താൻ പറയുന്ന അതേ സമയം തന്നെയാണ് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് ട്രംപ് നടത്തിയതും എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വസ്തുത തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളിൽ വലിയ ശുഭാപ്തി വിശ്വാസം എല്ലാവരും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കുമേൽ മറ്റൊരു തീരാത്ത കളങ്കം കൂടി ചാർത്തി വെച്ചിരിക്കുകയാണ് ട്രംപ്. നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപാദകരുടെ പട്ടിക പുറത്തുവിട്ടതിൽ ഇന്ത്യയുടെ പേരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നീക്കം. അമേരിക്കൻ കോൺഗ്രസിന് സമർപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷൻ പ്രകാരം 23 രാജ്യങ്ങളെയാണ് പ്രധാന മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ പ്രധാന നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപാദന രാജ്യങ്ങളായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവ മേൽപ്പറഞ്ഞ 23 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. US-ലെ നിയമവിരുദ്ധ മയക്കുമരുന്ന് വ്യാപാരം ഉയർത്തുന്ന ഭീഷണിയെ പരാജയപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത US പ്രസിഡന്റ് ആവർത്തിക്കുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പട്ടികയിൽ കൂടുതലായി ഇടം നേടിയിട്ടുണ്ട്. ബഹാമാസ്, ബെലീസ്, ബൊളീവിയ, ബർമ, കൊളംബിയ, കോസ്റ്റാറിക്ക, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഇക്വഡോർ, എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ഗെയ്ത്തി, ഹോണ്ടുറാസ്, ജമൈക്ക, ലാവോസ്, മെക്സിക്കോ, നിക്കരാഗ, പനാമ, പെറു, വെനസ്വേല എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പട്ടിക ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ സമർപ്പിച്ചത്. കഴിഞ്ഞ 12 മാസത്തിനിടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ കരാറുകൾ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിലും മയക്കുമരുന്ന് വിരുദ്ധ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലും അഫ്ഗാനിസ്ഥാൻ, ബൊളീവിയ, ബർമ, കൊളംബിയ, വെനസ്വേല എന്നീ രാജ്യങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ പട്ടികയിൽ ഒരു രാജ്യത്തിന്റെ സാന്നിധ്യം ആ രാജ്യത്തിന്റെ മയക്കുമരുന്ന് വിരുദ്ധ ശ്രമങ്ങളുടെയോ അമേരിക്കയുമായുള്ള സഹകരണത്തിന്റെയോ പ്രതിഫലനമല്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. നിലവിലെ ലോകരാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാവാം ഈ ഭാഗം ട്രംപ് ഭരണകൂടം ചേർത്തതെന്ന് വ്യക്തം. ഒരു സർക്കാർ ശക്തമായതും ഉത്സാഹപൂർവമായ മയക്കുമരുന്ന് നിയന്ത്രണത്തിലും നിയമനിർവഹണ നടപടികളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മയക്കുമരുന്നുകളോ അതുപോലുള്ള രാസവസ്തുക്കളോ കടത്താനോ ഉൽപ്പാദിപ്പിക്കാനോ അനുവദിക്കുന്ന ഭൂമിശാസ്ത്രപരവും വാണിജ്യപരവും സാമ്പത്തികപരവുമായ ഘടകങ്ങളുടെ സംയോജനം എന്നതാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡം എന്നാണ് US പറയുന്നത്. ചൈനയെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഫെന്റനൈൽ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന മുൻഗാമി രാസവസ്തുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉറവിടം ചൈനയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് ചൈനയെ ലക്ഷ്യം വെച്ചു. ഈ രാസവസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതിൽ ബീജിംഗ് പരാജയപ്പെട്ടത് മെക്സിക്കോയിലൂടെ US-ലേക്കും ഫെന്റനൈൽ കടത്ത് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. ആഗോള മയക്കുമരുന്ന് വ്യാപാരത്തെ അമേരിക്കയുടെ ആഭ്യന്തര പ്രതിസന്ധിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് പ്രസിഡന്റ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ചെയ്തു. ഫെന്റനൈലിന്റെയും മറ്റ് സിന്തറ്റിക് മരുന്നുകളുടെയും അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങളും അവ നടത്തുന്നതും രാജ്യത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അതിപ്പോൾ 18-നും 44-നും ഇടയിൽ പ്രായമുള്ള അമേരിക്കക്കാരുടെ മരണത്തിന്റെ പ്രധാന കാരണമായെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയെ അകറ്റി നിർത്തിയാൽ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഉണ്ടായേക്കാവുന്ന സഖ്യകക്ഷി കൂട്ടായ്മ ട്രംപിന് തിരിച്ചടിയാകുമെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അതിനെ തടഞ്ഞു വെക്കുകയും അതേസമയം ഇന്ത്യയെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ചതിക്കാനുള്ള പുറപ്പാടിലുമാണ് ട്രംപ്. അങ്ങനെയെങ്കിൽ അതിന് വലിയ വില മോദിക്ക് കണക്കു പറഞ്ഞ് ട്രംപ് കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച